are watching our video for the first time, please subscribe our channel and hit the bell button to enable it. Like, comment and share. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് ഒരു ചിക്കൻ ചീസി ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ വേഗം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു റെസിപ്പിക്ക് 4 പൊട്ടറ്റോ ആണ് ഫസ്റ്റ് തന്നെ ആവശ്യം. അത് കട്ട് ചെയ്ത് ഒരു വിസിൽ വരുന്നത് വരെ കുക്കറിൽ ഉപ്പും വെള്ളമൊക്കെ ചേർത്ത് വേവിച്ചെടുക്കും. ഇനി അടുത്തതായിട്ട് 150 ഗ്രാം ചിക്കനാണ് വേണ്ടത്. ഉപ്പും മഞ്ഞളൊക്കെ ചേർത്ത് വേവിച്ച ചിക്കനാണ് വേണ്ടത്. ഇതിൻ്റെ കളറ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഉപ്പും മഞ്ഞളും അല്ലല്ലോ എന്ന്. ഇത് ചിക്കനാണ്. കഴിഞ്ഞ ദിവസം ഗ്രില്ല് ചെയ്തതിൻ്റെ ബാലൻസ് വന്നപ്പോൾ റെസിപ്പി ചെയ്യാമെന്ന് കരുതി മാറ്റി വെച്ചതാണ്. ചിക്കനൊക്കെ കട്ട് ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട്. അത് നല്ലതുപോലെ ഉടച്ച് എടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 കഷ്ണം ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി എന്നിവയാണ്. അത് നല്ലതുപോലെ കട്ട് ചെയ്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ 2 സവാളയാണ് ഇതിലേക്ക് ആവശ്യം. അതും നല്ലതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഏത് ഓയിലായാലും മതി. ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി സവാള ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഇഞ്ചി, വെള്ളുള്ളി ചേർക്കാം. ഇത് നല്ലതുപോലെ സോട്ടായി കഴിയുമ്പോൾ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡറും ചേർക്കണം. പൊടികളൊക്കെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുമ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ മാറ്റിവെച്ച ബോയിൽ ചെയ്ത പൊട്ടറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ആയതിന് ശേഷം 4 ടേബിൾ സ്പൂൺ റവയാണ് അടുത്തതായി ചേർക്കുന്നത്. അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെ വാട്ടർ കണ്ടൻറ്റൊക്കെ പോയി നല്ലതുപോലെ ഡ്രൈ ആകാൻ വേണ്ടിയിട്ടാണ് റവ ചേർക്കുന്നത്. ഇത് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അത് ചൂടാറാനായിട്ട് വയ്ക്കുക. വേറൊരു പ്ലേറ്റിലേക്ക് ഈ മസാല മാറ്റാം. ഇപ്പോൾ ചൂടൊക്കെ മാറി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളാക്കി തുടങ്ങാം.
മസാല ബോളാക്കി തുടങ്ങും. നല്ലതുപോലെ ഉരുട്ടി അതിനുള്ളിൽ ചീസ് വെച്ച് കൊടുക്കാം. ചീസ് ഇത് മുസറല്ല ചീസാണ്. ഇത് ഹോം മെയ്ഡാണ്. ഇത് ഉള്ളിൽ വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഉരുട്ടി റെഡിയാക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഹാർട്ട് ഷേപ്പോ റൗണ്ട് ഷേപ്പോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഞാനൊരു ഓവൽ ഷേപ്പിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഈ ബോളൊക്കെ ഡിപ്പ് ചെയ്യാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇത് ചേർത്തിട്ട് വെള്ളം കൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. അത് അധികം ടൈറ്റ് ആവാനോ അധികം ലൂസ് ആവാനോ പാടില്ല. ആ രീതിയിൽ മിക്സ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ ആയിരിക്കണം ബാറ്റർ വരേണ്ടത്. ഇനി നമുക്ക് കോൺഫ്ലെക്സ് ആണ് വേണ്ടത്. ഇത് തരിതരിയായിട്ട് പൊടിച്ചെടുക്കാം. ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിക്കേണ്ട ആവശ്യമില്ല. ഇത് കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക. ബ്രെഡ് ക്രംസ് അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, കോൺഫ്ലെക്സ് ആണ്. ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. കോൺഫ്ലെക്സ് വെച്ചിട്ട് കോട്ടിങ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ കോൺഫ്ലെക്സും റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും ഈ ബാറ്ററിൽ മുക്കി കോൺഫ്ലെക്സിൽ കോട്ട് ചെയ്തെടുക്കാം. കോൺഫ്ലെക്സിൽ നല്ലതുപോലെ കോട്ട് ചെയ്ത് കവർ ചെയ്ത് എടുക്കണം. ഓരോ ബോൾസും നമുക്ക് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ബാറ്ററിൽ മുക്കി കോൺഫ്ലെക്സ് കോട്ട് ചെയ്തെടുക്കാം. ഇത് കോട്ട് ചെയ്തതിന് ശേഷം എല്ലാനും കോട്ട് ചെയ്തതിന് ശേഷം 1 hour എങ്കിലും ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഈ ഫ്രീസറിൽ വെച്ച് സെറ്റായതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രീസറിൽ ഒരു 10 ദിവസത്തോളം നമുക്ക് ഇത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം നമുക്ക് പുറത്തെടുത്ത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യത്തിന് നമ്മൾ റെഡിയാക്കി എടുക്കുക. നോമ്പ് കാലത്തൊക്കെ ഇത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് ഉള്ള ഒരു സ്നാക്കാണ്. ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ട് 1 hour കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. മറിച്ച് ഒരു ഭാഗം നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ ആവുമ്പോൾ മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് അടിപൊളി സ്നാക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ എപ്പോഴും അത് ട്രൈ ചെയ്യാൻ തോന്നും. അതുപോലെ നല്ലൊരു സ്നാക്കാണ്. ഇതിനധികം സ്പൈസി അല്ല. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കൊക്കെ എഴുതണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ബാച്ച് റെഡിയായി. ഇനി സെക്കൻഡ് ബാച്ചും കൂടിയും ഇട്ട് റെഡിയാക്കി എടുക്കാം.
അങ്ങനെ രണ്ടാമത്തതും റെഡി ആയിട്ടുണ്ട്. വാവ്, കണ്ടില്ലേ? ഒരെണ്ണം ഞാൻ പൊളിച്ചത് കാണിച്ചതാണ്. ചീസി, ഭയങ്കര ടേസ്റ്റിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ.